എനിക്ക് അത്രത്തോളം ഇവനെ ഇഷ്ടമാണ്. എനിക്കെന്നെ ഇഷ്ടല്ലേ? പിന്നെ ഇവനിക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പിരിയാൻ പറ്റൂല. അസ്സലാമലൈക്കും. ജാസിൻ ആഷിയാണ് കേട്ടോ. ഇപ്പോ സോഷ്യൽ മീഡിയയില് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കിംവദന്തികൾ പരന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ക്ലിയറൻസ് കൊടുക്കാനാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഇതിന് ഫുൾ വീഡിയോ ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കയറി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ പറയുകയാണ്. ഇപ്പോ ആഷിയുടെ ഉമ്മാന്റെ ഒരു വോയിസ് കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലോ, അറിയാലോ, കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. അത് ആഷിയുടെ ഉമ്മാന്റെ വോയിസ് തന്നെയാണ്. അതിപ്പോ ആഷിയുടെ ഉമ്മ എന്നല്ല, ആ ഉമ്മാന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും പറയുന്ന ഒരു കാര്യമാണ് അതിൽ ഓന്റെ ഉമ്മ പറഞ്ഞുള്ളൂ. കാരണം ഉമ്മാക്ക് വേണ്ടത് എന്നെ ഒഴിവാക്കിയിട്ട് ആഷിയുടെ ഉമ്മാന്റെ അടുത്തേക്ക് പോകണം. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ ചെയ്യാ, പിരിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിന്റെ ക്ലിയറൻസ് നമ്മൾ എവിടെ ഇട്ടിട്ടുണ്ട്? യൂട്യൂബിലുണ്ട്, അത് പോയി നോക്കുക. പിന്നെ അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോ ഈ ഉമ്മാന്റെ വോയിസ് ഇറക്കിയത് ഒന്നാമത് വളരെ മോശമുള്ള ഒരു കാര്യമാണ്. കാരണം അത് ഇറക്കിയ മെയിൻ എന്തായിരുന്നു വെച്ചാല് എല്ലാരും വേറെ കണ്ണിലൂടെ കൂരൻ, അതായത് പിന്നെ എന്റെ ഒരു ഇമേജ് തകർക്കുക, അതാണ് ഒരു മെയിൻ മോട്ടിവേറ്റ്. ക്യാപ്ഷൻ നോക്കിയാൽ സപ്പോർട്ട് ചെയ്യുന്നവർ അങ്ങനെയുണ്ട്. അപ്പൊ അത് ഒന്ന് ക്ലിയറൻസ് കൊടുക്കണ്ടായിരുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം പറ്റേ, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്നെ, കാരണം ഞാൻ അത്ര വലിയ മനസാക്ഷിയില്ലാത്ത ആളൊന്നുമല്ല. ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ എന്റെ പ്രശ്നങ്ങളായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ജാസി എന്ന് പറയുന്നത്. എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അറിയാം. അതിൽ പറയുന്നുണ്ട് ജാസി ഒരിക്കലും പെണ്ണാവുന്നില്ല. ജാസി, ഞാൻ ഈ കൊച്ചിയിൽ നിൽക്കാതിന്റെ കാരണം ഞാൻ ഇവിടെ മെഡിസിറ്റിയിലാണ് മെഡിസിൻ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പൊ അതിനുകൊണ്ടാണ് ഞാൻ കൊച്ചി വന്ന് നിൽക്കുന്നത്. എനിക്ക് അങ്ങനെ പെണ്ണാവണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഓരോ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ നിങ്ങൾ അപ്പൊ ഞാൻ അപ്ഡേറ്റ് യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലും അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ്. ഇപ്പോഴത്തെ ലേസർ പോയിട്ടുള്ള വീഡിയോസ് കൂടി ഞാൻ, അപ്പൊ അത്രയും വേദന എടുക്കുന്ന ലേസർ അടക്കം ഞാൻ ചെയ്യുന്നത് എന്താണ്, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേദന സഹിക്കുന്നത് ഇഷ്ടമല്ല. കാരണം ശരീരം കീറി മുറിക്കുന്നത് എനിക്ക് പേടിയാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ, നമ്മളെ കാര്യങ്ങൾ ചെയ്യണല്ലോ. അപ്പൊ അതിനും കൂട്ടാണ്. പിന്നെ അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ആഷിനെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാണ് അതിന്റെ ഒക്കെ ആവശ്യം? ആവശ്യത്തിന്റെ ഉമ്മാനെ കാണണമെങ്കിൽ ആശി പോയി കാണും. എന്തിനാ ഞാൻ പിടിച്ചേക്കുന്ന ആവശ്യമുള്ളത്? എനിക്ക്, ഞാൻ ഇത് ചെറിയ കുട്ടിയാണ് ആശി പിടിച്ചെടുക്കാനായിട്ട്. അത്രേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ടാ? ഒരിക്കലും കണ്ടില്ല. പിന്നെ അത് ഇപ്പൊ ഞാൻ കേൾക്കുവോ? എന്റെ ഉമ്മാനെ കാണാൻ ഞാൻ പോയി കേൾക്കുവോ? ഞാൻ ആശിനെ മാറ്റിട്ട് ഞാൻ പോയി കാണൂല. അത് എന്റെ ഉമ്മയല്ലേ, പെറ്റുമ്മ എന്ന് പറയുമ്പോൾ. അത് ഇറക്കിയ ആൾക്ക് സത്യം പറഞ്ഞാൽ ആഷിയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ ആരുമല്ല. പക്ഷെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആഷിയുടെ ഉമ്മ ഇവന്റെ ഉമ്മയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സ്നേഹിക്കുന്ന എന്റെ പാർട്ട്ണർ, എന്റെ ഹസ്ബൻഡ് ആയിരിക്കുന്ന ആഷിയുടെ ഉമ്മയാണ്. എനിക്കും കുറെ വോയിസ് അതേപോലെ ഇറക്കാൻ പറ്റുമോ എന്റെ മനസ്സ്. അത് ഒരു ആ ഉമ്മാക്ക് പോലും അറിയാതെ ഇവര് യൂട്യൂബിൽ കൊണ്ടുപോയിടും അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കൊണ്ടുപോയിടും. ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ ഉമ്മ അങ്ങനെ പറയുമോ? അത് അറിയാതെ ആ സാധു സംസാരിച്ചത്. എനിക്കതിലൊരു വിഷമമില്ല. ആ ഉമ്മാന്റെ സ്ഥലത്ത് ഏതൊരു ഉമ്മ, ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ട്രാൻസ് വുമനെ കെട്ടിച്ചു കൊടുക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. ഒരിക്കലും അത് സംഭവിക്കില്ല. പക്ഷെ നമ്മുടെ സ്നേഹം പരിശുദ്ധമുള്ള സ്നേഹമാണ്, ക്ലിയർ ഉള്ള സ്നേഹമാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നിങ്ങളൊരാളെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുകയാണ്, നിങ്ങൾ ഉമ്മയും നിങ്ങളെ വീട്ടിൽ ആൾക്കാരെ പറയണം, അവരെ ഒഴിവാക്കി നീ വരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോവോ? ഇല്ല. നിങ്ങൾക്ക് ആ സ്നേഹമാണ് വലുത്. അതേപോലെ തന്നെ ആശയം നിന്നിട്ടുള്ളൂ. എന്നെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഉണ്ടാവും. എന്നും ഇവര് 16 പോലെ ഇരിക്കൊന്നുമില്ല. എത്ര വേദന ഉണ്ട് എനിക്ക്. ഒരു നേരം ഞാൻ നിസ്കാരപ്പായി ഇത് കരയാത്ത ദിവസമല്ല. എന്റെ വേദന എവിടെ പോയി, എവിടെയും പോയി. ഉമ്മ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ ഞാനാണ് പറഞ്ഞു, മോളെ ഒന്ന് സഹായിക്ക്. ഞാൻ കരഞ്ഞിട്ടാണോ അത് 2 മണി സമയത്ത് ഉറക്കത്തൊന്ന് നീച്ചതാ ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ നോണ പറയാൻ, എനിക്ക് നോണ പറയേണ്ട ആവശ്യം. എന്റെ വേദനയെ കൊണ്ട് ഞാൻ പറയാണ്. ഇതിനൊരു പരിഹാരം കാണുന്നെ വേണം. എന്താ പറയുക, അവര് വീട് ചെയ്യരുത്, വീട് ചെയ്യാൻ വിടാൻ പാടില്ല. 10 മാസം എന്റെ കുട്ടി ഇവിടെ വന്നിട്ട് 10 ഉറുപ്പ്യ ഞങ്ങളുടെ വീട്ടിലേക്കില്ല, വേണ്ട. 2 വർഷം എന്റെ 10 ഉറുപ്പ്യ ഞങ്ങൾക്ക് ചെലവ്. ഇവന്റെ ചെലവിനെ കഴിയണ ഓരോ യൂട്യൂബർമാര് പറയണ്ടേ, ഇവൻ സമ്പാദിച്ച പൈസ എവിടെ? കംപ്ലീറ്റ് ജാസിന്റെ കയ്യിലാണ്. ജാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ ഒരിക്കൽ സംസാരിച്ച വസ്തു എന്താ എന്നോട് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് 3 എണ്ണല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് 3 എണ്ണം ഒന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. എനിക്ക് ഒന്നുള്ളൂ പറയും. എന്തിനു സപ്പോർട്ട് ചെയ്യണ്? മോൻ വരുമ്പത്തിന് ഇറച്ചിയും 10 ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനു ഇവനെ അവനെ സ്വീകരിക്കണം, ആട്ടിവിടണം. അതേസമയം ജാസി ഇവിടേക്ക് കയറി തന്നെ ചൂലും കെട്ടോണ്ടടിക്കും. ഞാൻ കേട്ടൂല. ഇവരുടെ അമ്മ എന്തിനു കേട്ടണത്? അതന്നെ ഞാൻ പറയണത്. ഈ നല്ല സപ്പോർട്ടാണ്, ഈ മക്ക് കാര്യം ഉണ്ടാവും. ഞങ്ങൾ അന്ന് വിളിച്ചപ്പോ പറയണത് എന്തെല്ലാം പറയുന്നു അവര്. ഈ ചെക്കൻ്റെ അടുത്തൊന്നും വായി കൊടുക്കാൻ പറ്റും. ചെക്കനിക്ക് എന്ത് വായാണ് പറഞ്ഞ പെണ്ണല്ല ആദ്യ കെട്ടവൻ.
എല്ലാരും ആരെയാണ് കുടുംബത്തോടെ അവൻ അനാവശ്യം പറയും. ഇനി എന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടെന്നാ എന്തെല്ലാം അനാവശ്യം പിന്നെ വിളിച്ചിട്ടുണ്ടെന്നല്ല. ആ മെസ്സേജ് അവൻ അപ്പ ഡിലേറ്റ് ആക്കും. എന്റെ മോന്റെ മുമ്പിൽ വിളിച്ചാൽ എന്റെ മോൻ കേട്ടിട്ടേക്ക് എന്നോട് പറയാൻ എന്റെ മോനിക്കൊന്നും അവിടെ പറയാൻ പാടില്ല. അതേസമയം ആഷിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവൻ സ്വൈരം കൊടുക്കുമെന്ന് നിങ്ങളൊക്കെ വിചാരിക്കണ്ട. അങ്ങനെ ആഷിക്ക് അവിടെ അടിമായിട്ട് ഇരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ജാസി പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, അവൻ വന്ന് ഇങ്ങനെ പറയുന്നില്ല ഈ നന്ദിനി പറഞ്ഞ പെൺകുട്ടിനെ. അതിലെന്താ വാസ്തവം നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അതിലെന്താ വാസ്തവം എന്താ, ഈ ആഷിക്ക് പറഞ്ഞ ആ കുട്ടിനെ ഇവനെ അടിച്ചിട്ടും കുത്തിയിട്ടും കയ്യിൽ മുറിയൊക്കെ ആക്കിയിട്ടും അങ്ങനെ ഓരോ പ്രശ്നങ്ങളായപ്പോ അവന്റെ അടുത്ത് പോയി. അവന്റെ അടുത്ത് പോയിട്ട് നന്ദിനി എന്നൊന്ന് കയറ്റി വിടണം. അപ്പൊ അവൻ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു, എന്നൊന്ന് രക്ഷപ്പെടുത്തണം എന്നിട്ട് ഇവൻ അവിടെ പോയതാണ്. അവിടെ പോയിട്ട് ആഷിഖിന്റെ ഉമ്മയോട് സംസാരിക്കുന്നത്. അവിടെ പോയിട്ട് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, ഞാൻ നാട്ടിലേക്ക് വരികയാണ്, ജാസ്റ്റിനെ ഇങ്ങനെയൊക്കെ കാട്ടിയിരുന്നു എന്നിട്ട് പറഞ്ഞു. അപ്പൊ ആ പെൺകുട്ടിനെ വിളിച്ചിട്ട് ചുമ്മാ അങ്ങനെയാണ്, എന്താണ് അവനെങ്ങനെ ആക്കുന്നത്, രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ ഞാനാണ് പറഞ്ഞത് ആ കുട്ടിയോട്, മോളെ അവന്റെ അടുത്ത് പൈസ ഒന്നുമില്ല, വിസ ഇല്ല, പാസ്പോർട്ട് അവൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, നീ എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷപ്പെടുത്തുകൊണ്ട് ഞാനാണ് ആ കുട്ടിയോട് പറഞ്ഞത്. അല്ലാതെ ഈ ജാസി പറയണമായി പറയണതൊന്നല്ല സത്യം. എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോലെ അവൻ എല്ലാ സോഷ്യൽ മീഡിയയിലും വന്ന് എല്ലാവരും പീത്തുന്നുണ്ടല്ലോ. അതെന്താണെന്ന് ആൾക്കാർക്കറിയില്ല. അവനെ പിന്താങ്ങുന്നുള്ള യൂട്യൂബുകാരും അവരിവരൊക്കെ. ഇതിന്റെ വാസ്തവം എന്താണെന്നറിയോ? എന്റെ മോൻ അതിൽ പെട്ട് കിടക്കന്നെ. നന്ദിനി പറയണ പെൺകുട്ടി ഇതിൽ ഒരു ഇതുമില്ല. അവള് ഇവനെ സ്നേഹിക്കണില്ല, വശീകരിക്കണില്ല, ഒന്നുമില്ല. ഇവൻ പറഞ്ഞു നടക്കണ നന്ദിനി എനിക്ക് മരുന്ന് കൊടുത്തിക്കണം അങ്ങനെ ഇങ്ങനെ. ഈ ജാസി പറയണത് ഒരു സത്യമില്ല. ജാസിന്റെ ഉമ്മ ജാസിന്റെ ഉമ്മ ഉണ്ടല്ലോ, ജാസിന്റെ ഉമ്മ എന്റെ മോനോട് എന്താ പറഞ്ഞു, എന്റെ മോൻ എങ്ങനെയാ പറയണ അങ്ങനെ നീ ജീവിക്കുന്നു. ഇവൻ പറഞ്ഞല്ലോ ആഷിക്കിന് ഒരിക്കലും എനിക്ക് വിടാൻ പറ്റില്ല. അതുപോലെ ഒരു പെറ്റ തള്ളയാണ് ഞാന്. 3 വർഷം എന്റെ കുട്ടി ഇങ്ങോട്ട് വരാണ്ട് വന്നിട്ട് 5 ദിവസം ഇവിടെ നിൽക്കാൻ അയച്ചോളൂ. ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇപ്പൊ വരാണ്ട് പോയിട്ട് ഇപ്പൊ 10 മാസമായി ദുബായിൽ നിന്ന് ഈ നാട്ടിൽ വന്നു. ഇന്ന് വരെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല. പറഞ്ഞാ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് എന്റെ കുട്ടിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ അവൻ എന്തെല്ലാം തെറി എന്നെ വിളിച്ച് അയക്കുറഞ്ഞ. എന്നിട്ട് നമ്മളത് നോക്കിക്കഴിഞ്ഞ അവിടെ അവൻ ഡിലേറ്റ് ആക്കി കളി. അവൻ ആഷി എന്ന് പറഞ്ഞൊരു അത് പറഞ്ഞു. ഈ ആഷി എന്ന് പറഞ്ഞൊരു വ്യക്തി എനിക്ക് എന്റെ ലൈഫിൽ വളരെ വലുതാണ്. കാരണം പിന്നെ ഒരു വട്ടം ഉണ്ടായ സംഭവം അത് ആഷിയുടെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക്, 100% എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക്, ഒരു വാശിപ്പുറത്ത് ചെയ്ത് ഒരു വാശിപ്പുറത്ത് ചെയ്ത സംഭവമാണ് അത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് വേദന സഹിച്ചും ഒരുപാട് സങ്കടപ്പെട്ടും പോകുന്ന വ്യക്തികളാണ്. എന്നിട്ടും ഞങ്ങൾ ഈ പേഴ്സണലി ഈ പറയുന്ന ആ കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഈ ട്രോളന്മാരാണെങ്കിലും കുണ്ടൻ ചാന്തുവട്ട് 9 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ്, നിങ്ങൾക്ക് സമൂഹത്തെ ഇറങ്ങി നടക്കാം. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് പല കുറ്റപ്പെടുത്തല്, ഒറ്റപ്പെടുത്തലുകള്, കളിയാക്കല് എല്ലാം ഇതാക്കി ഞങ്ങൾ മെന്റലി ഞങ്ങൾ ഒരുപാട് തകർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നാട്ടിലും കൂടിയാണ്. പണ്ട് ഞാൻ ദുബായിലായിരുന്നു.